അപ്പോൾ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ്. ഹായ് ഗൈസ്, ഇപ്പോൾ രാത്രി 12 മണി. ഇന്ന് ദിവസം ഡിസംബർ 20. നാളെ രാവിലെ 6:45 ട്രിവാൻഡ്രം നമ്മുടെ PVR ഐമാക്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു വിവരം അറിഞ്ഞു. അപ്പോൾ അങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ പോകണ്ടേ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ രാത്രി തന്നെ ടിക്കറ്റും ബുക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങണേ നേരെ ട്രിവാൻഡ്രത്തേക്ക്. ഒരാൾക്കും അറിയില്ല, എൻ്റെ ഭാര്യയ്ക്കല്ലാതെ അറിയില്ല, എൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് അറിയാൻ പാടില്ല, ഒരാൾക്കും അറിയില്ല, നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കും അറിയാൻ പാടില്ല കേട്ടോ. അവന്മാർ ഏതൊരു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ള വിചാരിച്ചിട്ട് അവന്മാർ അല്ലാതെ കാർത്തി ഒഴികെ ബാക്കി ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6:45 ഷോയിൽ അവന്മാരുണ്ടെങ്കിൽ ഞാനും അതിനകത്ത് ഉണ്ടാവും. അവിടെ ചെല്ലുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ അവർ ഏത് ഷോയാണ് ബുക്ക് ചെയ്തതെന്ന് പോലും ഞാൻ അതുപോലും ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു നമ്മൾ ഒരു സിനിമ ആരാധകനാന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ആരാധകനല്ല. ഞാൻ ഹൈദരാബാദ് ഐമാക്സ് സിനിമ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് പോയ ആളാണ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് നമുക്കൊന്നുമല്ല, തൊട്ടടുത്താണ്, ഇവിടെ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ പോണേന്ന് അപ്പോൾ എനിക്ക് ഒരു വിധത്തിലും ഇരിപ്പുറക്കാനുള്ള കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയത്. അനുഭവിക്കാണെങ്കിൽ നാളെ വേറൊരു അത്യാവശ്യമായിട്ട് ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് അനുഭവിക്ക് വരാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഈ നട്ടപ്പുരാന്ത് എന്താണ് അനുഭവിക്ക് ഉള്ളതാണ്, പക്ഷേ അനുഭവിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് അനുഭവം ഇല്ലാത്തത്. അപ്പോൾ ഞാനാണെങ്കിൽ ഊബറിന് വെയിറ്റ് ചെയ്യണേ. ഇവിടുന്ന് നേരെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അവിടുന്ന് വണ്ടി കയറി നേരെ ട്രിവാൻഡ്രം, നേരെ ഞാൻ ലുലു മോളിലേക്കാണ് രാവിലെ ചെല്ലണത്. പടം കണ്ട് നേരെ പടത്തിൻ്റെ അഭിപ്രായം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല, ഓൾറെഡി പറഞ്ഞാണ്. അതിൻ്റെ ഐമാക്സ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഗ്യാസ് ജനറൽ ടിക്കറ്റ് കിട്ടിയത് അപ്ഗ്രേഡ് ചെയ്യണം കയറിയിട്ട്. ഇപ്പോൾ വെളുപ്പിന് 4:45 നമ്മൾ ട്രിവാൻഡ്രം തോട്ടാ. 11:30 ട്രെയിൻ, ഇപ്പോൾ 10:45 ഗൈസ്. ട്രെയിൻ ഏകദേശം 2 മണിക്കൂർ ഡില്ലാണ്. 4:45 എത്തേണ്ട ട്രെയിൻ 6 മണിക്ക് എത്തുള്ളൂ കേട്ടോ. ഗൈസ് എനിക്ക് എന്തോരം മെസ്സേജ് വന്നതെന്ന് അറിയുമ്പോൾ ഇന്ന് ഐമാക്സ് ഓപ്പൺ ചെയ്യണേന്ന്, ഐമാക്സ് ഓപ്പൺ ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് നിറച്ച് ഇന്നത്തെ വീഡിയോയിലൊക്കെ ഫുൾ ഐമാക്സ് ഓപ്പൺ ആയി ചേട്ടാ പോയി കാണും ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫോണാണ് ഒച്ചോടെ പാവം കാർത്തിയാണെങ്കിൽ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചേക്കണേണ്. 10:45 ഷോയിനാണ് അവർ പോകുന്നത്. രാത്രി ഏതൊരു ഷോയ്ക്കുള്ള ടിക്കറ്റിന് 2 ടിക്കറ്റ് ബാക്കിയുണ്ട്, ഞങ്ങളോട് വരാൻ പറഞ്ഞുകൊണ്ട്. പക്ഷെ അനുഭവിക്ക് നാളെ സർജറി ചെയ്തതിൻ്റെ ഫോളോ അപ്പ് അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ടാണ് അവൾക്ക് വരാൻ പറ്റാത്തത്. അപ്പം ഞാനത് പറഞ്ഞു. പക്ഷേ എനിക്ക് പറയണമെന്നുണ്ട്, എടാ ഞാൻ വന്നോണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ പറയാൻ തോന്നണില്ല, സർപ്രൈസ് ആക്കാന്ന് വെച്ചിട്ടാണ്. സോറിടാ പോലെ. 10:45 രാത്രി ഞാനിദാസിന് രാവിലെ കാണാം. പക്ഷെ 10:45 ശ്രീകാന്തിനോട് 2 ടിക്കറ്റ് ഉണ്ട് രാത്രി. നിങ്ങൾ വരെയാണെങ്കിൽ അങ്ങോട്ട് കയറാം. സോറിയുടെ പോലെ നീ വീഡിയോ കാണുമ്പോഴേക്കും ഞാനിവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു രാവിലെ 6:45 ഷോനെ ബുക്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പടം കണ്ടിറങ്ങുമ്പോൾ അവന്മാർ വരത്തേ ഉള്ളൂ. ഗൈസ് എനിക്ക് അവനോട് പറയണമെന്നുണ്ട് 6:45 ഷോന് ബുക്ക് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ PVRൻ്റെ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ 6:45 ഷോന് ടിക്കറ്റൊക്കെ തീർന്നു ഏകദേശം. അപ്പോൾ അവൻ 10:45 ക്യാൻസൽ ചെയ്താലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോയെന്നും അറിയില്ല. ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ക്യാൻസൽ ചെയ്താലും എൻ്റെ കൂടെ ടിക്കറ്റ് കിട്ടില്ല. ഇതിപ്പോൾ മറ്റേ ഉത്തരത്തിരിക്കുന്നത് കിട്ടത്തുമില്ല, കക്ഷത്തിരിക്കുന്നത് പോയ അവസ്ഥ പോലെയാണ്. പക്ഷേ അവൻ്റെ കൂടെ തന്നെ കയറണമെന്ന് വിചാരിച്ചാണ് ഞാൻ ചാടിപ്പറന്നിറങ്ങി പോകുന്നത്. പക്ഷേ ഞാൻ ഓർത്തില്ല അവൻ രാവിലെ ബുക്ക് ചെയ്യില്ലായിരിക്കാം എന്നുള്ളത്. കാരണം കഴിഞ്ഞ തവണ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല വെളുപ്പിന് പോയിട്ട്. ഞാൻ 10:45 എടുത്താൽ മതിയായിരുന്നു. 10:45 ഷോ ആണെങ്കിൽ സോൾഡ് ഔട്ടും ആയി. അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അവൻ്റെ ഷോ. ഞാനിപ്പോഴൊരു കാര്യം ഓർത്തത്, എൻ്റെ ഓപ്പൺ ടിക്കറ്റ് എനിക്ക് തൊട്ട് മുന്നേ ട്രെയിൻ ഉണ്ട് ഇപ്പം. അതാണ് വെളുപ്പിന് 3:50 പറ്റും. ഞാൻ അതിൽ കയറാൻ പോവാം. സമയം 3:53. ഞാൻ ട്രിവാൻഡ്രം എത്തി. 6:45 ഷോ. ഇനിയും സമയം കിടക്കുന്നു. അപ്പോൾ കയറിയപ്പോൾ തന്നെ TTR ഒക്കെ ഉണ്ട്. ഞാൻ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് 3 ടയർ AC ആക്കി കേട്ടാ. നല്ലപോലെ സുഖമായിട്ട് കിടന്നു പോകുന്നു. ഞാൻ ഇവിടെ കയറി ഇരുന്നാലോ എന്ന് ആലോചിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ കാർത്തിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഉറക്കം പോകും. അച്ഛനും അമ്മയൊക്കെ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ ഉറക്കം കയറാൻ ശരിയല്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. ഇത്ര അമ്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഞാൻ 2.5 മണിക്കൂറോടെ നിന്ന്. അപ്പോൾ 90 രൂപയാണ് ആയത് അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടാ. ഇനി നമുക്ക് ലുലുവിലേക്ക് പോകാം. ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. സമയം 5:44. 5:50 ഞാൻ ഷെഡ്യൂൾ ചെയ്തേക്കണം ഊബർ. അപ്പോൾ നമ്മുടെ വണ്ടി വന്നതാ.
ഗൈസ് അങ്ങനെ ഞാൻ ലുലുമോളുടെ ഫ്രണ്ടിലെത്തി. ഈ സമയത്ത് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോന്ന് തന്നെ ഡൗട്ടാണ്. അപ്പൊ 6 മണി ആവാറായി. 6:45 ഷോ. ഇവിടുത്തെ ഫ്രണ്ട് ഗേറ്റ് പോലും തുറന്നിട്ടില്ല. മിക്കവാറും അപ്പുറത്തെ പാർക്കിങ്ങിന്റെ അവിടെ കൂടെ കയറേണ്ടി വരും കേട്ടോ. 6:45 ഷോ. ഇതുപോലൊരു നട്ടപ്പുരാന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്ന പോലും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഒരു കട്ട സിനിമ ആരാധകനാണ്, ഒരു കട്ട ഐമാക്സ് ആരാധകനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ് തുറക്കുമ്പോൾ ഞാൻ വന്ന് കാണണ്ടേ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് രാത്രി. ഫസ്റ്റ് ഷോ കണ്ടാണ് ശീലം. അതുകൊണ്ട് തന്നെ അവതാർ ഫസ്റ്റ് ഷോ വെളുപ്പിനെ ഞാൻ കാണാൻ ചെയ്തു. ഇപ്പോഴത്തെ ഐമാക്സ് അപ്പോൾ അതും വെളുപ്പിന് കാണാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രം വന്നെങ്ങനെയാണ്. നമുക്ക് ലൈഫ് എന്തിനാ, ഇതുപോലെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ. ഇങ്ങോട്ട് ചെയ്യുക. കാർത്തികപ്പഴും പറഞ്ഞല്ലേ, ഡെയർ ടു ഡ്രീം. എൻ്റെ അലാറമൊക്കെ അടിക്കണത് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയതെന്ന് വെച്ചിട്ട് വെച്ചതാണ്. ഫൈനൽ ഗേറ്റ് തുറന്നു. ഗൈസ് ദേ രണ്ടുപേര് കൊച്ചിയിൽ നിന്ന് വന്നേക്കണേ ഉണ്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു വണ്ടി പിടിച്ച് വന്നാൽ മതിയായിരുന്നു. കാരണം ഞങ്ങൾ വന്നേക്കണ ട്രെയിനും സെയിമാണ്, ഒക്കെ സെറ്റ് ആയിരുന്നു കേട്ടാ. അപ്പൊ മച്ചാന്മാരെ ഓണല്ലേ ഐമാക്സ് സെറ്റ് പൊളിക്കാപ്പാ. ലുലു ഇങ്ങനെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യം കേട്ടോ. കഴിഞ്ഞ ദിവസം വന്നപ്പോഴേക്കും എനിക്ക് ഇവിടുത്തെ ടൈല് കാണാൻ പറ്റുന്നുണ്ടാവില്ല, അത്ര ആളായിരുന്നു. നമ്മൾ മാത്രമല്ല ഒരുപാട് ഭ്രാന്തന്മാരുണ്ടെന്ന് മനസ്സിലായി ഇവിടെ വന്നപ്പോഴേക്കും. മച്ചാനെ ഏതാനും നിമിഷങ്ങൾക്കാണ് ഷോ തുടങ്ങും കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് കയറാം. യെസ്, ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഐമാക്സിലേക്ക് സ്വാഗതം. യെസ്, ഇപ്പോൾ താങ്ക്സ് ടു ദ മാനേജർ എനിക്ക് പെർമിഷൻ തന്നി നേരത്തെ ഒന്ന് കയറാനായിട്ട്. ഇൻ വൺ ഐമാക്സ് അവിടെ ആയിട്ടാണ്. 2 to 5 ആ സൈഡിലും 6 to 10 ഈ സൈഡിലും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫുഡ് ഏരിയ. ഓഡി 2 and 3 ഇവിടെ, 4DX 4 and 5 കേട്ടോ ഇത് ഇവിടെ. വാഷ്റൂം 9, 10, 6, 7 ഒക്കെ ഈ സൈഡിൽ കേട്ടോ. നല്ല വലുതാണ്ടോ, ഒന്നും പറയാനില്ല, സൂപ്പർ. ഇത് ഗോൾഡ് ഇവിടെയാണ്. അപ്പോൾ 8, 9, 10 ഗോൾഡാണ്. ഓ എനിക്ക് 6ഉം 7ഉം ഒക്കെ കൊള്ളാൻ പോകണം. ഫുഡ് കോർട്ടാണ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. 6ഉം 7 3D ഗ്ലാസ്സസ് വരുന്നു ഐമാക്സിൻ്റെ. ഞാൻ കേട്ടായിരുന്നു ഇവിടുത്തെ ഗ്ലാസ്സസ് ഭയങ്കര അടിപൊളിയാണ്. ആൾക്കാർ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്, കയറാൻ റെഡിയായിട്ട് നിൽക്കുന്നത്. ഒരു കഫ്റ്റീരിയ ഉണ്ട്, സ്ക്രീമുകളിലേക്ക് നമുക്കൊന്ന് കയറാം. അപ്പോൾ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ്. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐമാക്സ് ആണ് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ മൊത്തത്തിൽ. നല്ല അടിപൊളി വലിയ സ്ക്രീനാണ് കേട്ടോ. ഹൈദരാബാദിലുള്ള സ്ക്രീനിൻ്റെ അത്ര വലുതല്ല, എന്നാലും അത്യാവശ്യം നല്ല വലുതാണ്. ഏറ്റവും മുകളിൽ റിക്ലൈനേഴ്സ്, പിന്നെ കുറച്ച് റോ, ഏകദേശം ഒരു 5 റോളം മറ്റേ പ്രീമിയം സീറ്റിങ്. ബാക്കി സ്ക്രീനിനോട് അടുത്തുള്ള 6 റോ നോർമൽ സീറ്റിംഗ് ഉണ്ടോ. പ്രൈസ് വരുന്നത് ഇത് 830, ഇത് 930, അത് 1250 അങ്ങനെ എന്തോ, 1230 അങ്ങനെ എന്തോ ആണ്. ഗ്ലാസ് കൊടുത്തു തുടങ്ങി. ഞാനാണെങ്കിൽ വാങ്ങാൻ പറഞ്ഞു, മേടിച്ചിട്ട് വരാം. അത് സീറ്റൊക്കെ പൊളിയുണ്ടോ കണ്ടിട്ട്. ഈ 11 ആണ് എൻ്റെ സീറ്റ് കേട്ടോ. ഞാൻ നമ്മുടെ തിയേറ്ററിൻ്റെ സെൻറ്റർ നോക്കി എടുത്തത്. നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ടോ മച്ചാനെ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കൊച്ചിയിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു ബസ് പിടിച്ച് വന്നാൽ മതിയായിരുന്നു. ചെറിയൊരു തെറ്റ് പറ്റി പോയാൽ മച്ചാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് കുറേ പിള്ളേരുണ്ട്, അവിടെ കണ്ടോ ഓരോരുത്തർ. ദേ എൻ്റെ ഒപ്പം പഠിച്ചവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഹായ് എന്ന് പറയാം. നമ്മുടെ നാട്ടിലുള്ളവരെ കണ്ടോടെ, കൊള്ളാം, അടിപൊളി. അപ്പോൾ എന്തായാലും ഐമാക്സ് ആദ്യമായിട്ടാണോ പൊളി. അപ്പോൾ പൊളിച്ചോ, ഇടുവാണ്. സീറ്റ് ഉള്ളട്ടാ, നൈസ്. ബഹിരാകാശത്തേക്ക് പോകാൻ നിൽക്കണമെന്നുണ്ട്.